മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആധാറുകളെ കൊണ്ട് ബർക്കത്തൊടുക്കാൻ സനദ് വേണോ വേണ്ടയോ എസ്സറിന്റെ ക്വസ്റ്റ്യനാണ്. സനദ് വേണമെങ്കിൽ വേണമെന്ന് പറയാ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നാൽ അയാൾ സനദ് പറയുക തന്നെ വേണം. അതിന് കുട്ടികൾ തെക്കുബീറല്ലി നേരത്തെ മോലേറ്റി അതിനാണ് കിതാബിലുണ്ടോന്ന് ചോദിച്ച് അത് ഇതുവരെ പറഞ്ഞില്ല. സനദ് വേണം എന്നാണല്ലോ മറുപടി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വെല്ലൂരിലെ ഒരു കേശം കൊണ്ടുവന്നിട്ട്, വെല്ലൂരിലെ കേശം മുക്കിയ വെള്ളം കൊണ്ടുവന്നിട്ട് റഹ്മത്തുള്ളാഹി ഖാസിമി കോഴിക്കോട്ടങ്ങാടിയിൽ കൊണ്ട് വിൽക്കുമ്പോ അത് ബർക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഖാസിമി വിറ്റത്. അങ്ങനെയാണെങ്കിൽ ആ ഖാസിമി സനദ് പറഞ്ഞിട്ടല്ലേ വെള്ളം കൊടുക്കേണ്ടത്? റഹ്മത്തുള്ളാഹി ഖാസിമി അങ്ങനെ ഒരു വെള്ളം വിറ്റിട്ടില്ല. സനദ് വിറ്റിട്ടില്ല. അല്ല, മുടി മുക്കിയ വെള്ളം വിറ്റിട്ടില്ല. അപ്പൊ ക്ലിപ്പിലുണ്ടല്ലോ 25,000 രൂപക്ക് വിറ്റിട്ടു. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ളാഹി വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം. ഇല്ല, ഞങ്ങൾ കണ്ടാണ്. ഞാൻ പറയാം, ഒരുപാട് കണ്ടതാണ്. 25,000 രൂപയ്ക്ക് 2 കുപ്പി, ഒരു കുപ്പിക്ക് 25,000 രൂപ തന്നാൽ ഞങ്ങളത് വിൽക്കുന്നതാണെന്ന് ഖാസിമി കോഴിക്കോട്ടങ്ങാടി എന്നാ വരുന്നത്. കോഴിക്കോട്ടങ്ങോട് സനദ് വായിക്കുമ്പോ സനദ് വായിച്ചിട്ട് കൊടുക്കണം. ഒരു മുഖാമുഖത്തിന്റെ CD മാത്രം ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ചിലയിടത്തൊക്കെ നടത്തി CD തപ്പിയിട്ട് കിട്ടണില്ല, ഇറക്കിയിട്ടില്ല, പോയത്തെ. ഒരു വസ്തുവിന് വില നിശ്ചയിച്ച് ഞാൻ ഇത് നിങ്ങൾക്ക് വിറ്റു എന്ന് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് വിൽപ്പന എന്ന് പറയാം. കിതാബ് ഓതി പഠിക്കണ്ടേ? അതെ. അതുകൊണ്ട് ചിരിച്ചു കുട്ടികൾ കിട്ടോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, റഹ്മത്തുള്ളാഹി ഖാസിമി വെല്ലൂരിലെ മുടിയിട്ട വെള്ളം കോഴിക്കോട് വിറ്റിട്ടില്ല. പച്ചക്കള്ളം ഇനി ആവർത്തിക്കാൻ പാടില്ല. എന്താ വിറ്റിട്ടില്ല എന്ന് പറയാൻ കാരണം, ഞാൻ അത് വിറ്റു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാ അള്ളാന്റെ ഭൂമിയിൽ ഒരു എസ്കക്കാരൻ ഇതുവരെ കച്ചവടം നടത്തിയിട്ടില്ല. നമ്മളെ ഈ അങ്ങാടിയിൽ രാവിലെ ഉണക്കൽ മത്തി വാങ്ങാൻ വരുന്ന എസ്കക്കാരൻ നാളെ എങ്ങനെയാ വാങ്ങാറ്? നിങ്ങള് പീഡിയക്കാരൻ പോയിഞ്ഞൊക്കെ കൊടുത്ത് ബില്ലൊക്കെ കൂട്ടി ചോദിച്ചത് വിറ്റിക്കണോ? അപ്പൊ പീഡിയക്കാരൻ എന്താ പറയുന്നത്? നിങ്ങൾ വിറ്റിക്കണ്. ഇതുവരെ ഒരു കച്ചവടം ദുനിയാവിൽ അങ്ങനെ നടത്തിയിട്ടില്ല അല്ലേ? ഇതിനൊക്കെ വേറെ ചില മസാല ഇൻഡസ്കാരാ. അപ്പൊ കോട്ടി മാറ്റാണ് മൂലേറ്റിനെ മുന്നിലിട്ടിട്ട്. പക്ഷേ CD ഇറങ്ങിയ ക്ലിപ്പാവുന്ന മൂലർക്ക് അറിയാം. അതുകൊണ്ട് ഇറങ്ങിയ CD ഇറങ്ങി, പിന്നൊരു CD ഇറങ്ങിയിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പറയുന്നു, നിങ്ങൾ വഹാബി പക്ഷത്താണുള്ളത്, ഇബ്നു തൈമിയ്യയുടെ വാദത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സക്കരിയ സ്വലാഹിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്. സക്കരിയ ചോദിച്ചില്ലേ, എവിടെ വെല്ലൂരിത്തെ സനദ്? നിങ്ങൾ ഏപ്പിക്കാരെ പിന്നാലെ അങ്ങനെ കൂടിയാ മതിയോ? നിങ്ങളിപ്പോ AP സുന്നിയുടെ മുടിമേന്ന് കൂടി വെക്കുക. നിങ്ങൾ ഓല് മുടിയാണ്, നിങ്ങൾ മുടിന്റെ വെള്ളം വിറ്റ 25,000 ഓൽക്കതേ കിട്ടിയിട്ടുള്ളൂ. മുടി മുക്കിയ വെള്ളം അത് വെല്ലൂരിന്റെ മുടിയാണ്, സനത്തുള്ള മുടിയാണ്. വെറുതെ എന്തെങ്കിലും പറയല്ല. ആരാ പറഞ്ഞത്? നമ്മളെ റഹ്മത്തുള്ളാഹി ഖാസിമി. അയാളിപ്പോ എവിടെ? സമസ്യയിൽ നിന്ന് ഔട്ട്. എന്താ കാരണം? തീജാനി തരീഖത്തേക്ക് പോയിത്രേ. അതിന്റെ സനത് നിങ്ങളൊന്ന് വായിക്കും. ഇവിടെ നിങ്ങളിപ്പോ APകളെ നിരങ്ങാൻ നടക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയോ വെല്ലൂരത്തെ സനത്? റസൂലിൽ നിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി, ആ സഹാബി നിന്നെ താബിക്ക് കിട്ടി, അവിടുന്ന് താബിക്ക് കിട്ടി. അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള സനത് വായിക്കാൻ ഈ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അതെ, ഞങ്ങളെ പിന്നാലെ സംവാദം പറഞ്ഞു കൂടണ എനക്ക് ഏതെങ്കിലും ഒരു നാട്ടിൽ ഈ സക്കരിയ സ്വലാഹിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ത്രാണിയുണ്ടോ?
നിങ്ങളാർക്കും വെല്ലുവിളിച്ചാൻ പറ്റൂല. നിങ്ങളോട് ആരും അങ്ങോട്ട് വാദപ്രതിവാദം ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുക അല്ലേ? നിങ്ങൾ മേലെപ്പരിയിലെ നമ്പൂരി, ഞങ്ങൾ നിങ്ങളെ പിന്നെ വീട് തുടച്ചേർക്കുന്ന ആൾക്കാരൂല്ലേ? അതിന് ഞങ്ങളെ വലുപ്പത്തിൽ വേറെ ആളെ നോക്കിക്കോളി. മനസ്സിലായില്ലേ? സക്കരിയ സ്വലായിയുടെ ഈ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കാൻ ആണായ ഒരുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ. അതിന്റെ വെള്ളം വിറ്റിട്ടല്ലേ നടക്കണത്? ഓൽക്കതല്ലേ വിൽക്കാൻ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല, നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല. ഒന്നിനും കഴിയൂല അറിയരുത്. മൈക്ക് കെട്ടിക്കൊടുത്ത് AP ഉസ്താദിനെ 4 പറയാൻ പറഞ്ഞാൽ 40 നാഗയിക്കാരം. വഹാബിയാളെ വെല്ലുവിളി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ കൊല്ലിയിലെ മോയെ താഴത്ത് കണ്ടറും. പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട്, ഒടച്ച മൂരി. ഒടച്ച നമ്മുടെ മനസ്സിലാവുമല്ലോ. നല്ല തിരിയണമെങ്കിൽ SK എന്ന് പറയണം അല്ലേ? പശുവിനെ കണ്ടിങ്ങനെ കൂടി വെക്കും. അതേന്ന് ഞമ്മളെങ്ങനെ വെല്ലുവിളിച്ചു നോക്കും. ഞമ്മളെ കുട്ടികൾ വെല്ലുവിളി ഏറ്റെടുക്കും ചോദിക്കും. പക്ഷെ ഞമ്മൾ അങ്ങോട്ട് വെല്ലുവിളിച്ചാൽ അതും വേണ്ട ഏറ്റെടുക്കുക. അപ്പോഴല്ലേ സംവാദമാകുള്ളൂ. അല്ലാതെ ഞമ്മളിങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കാനും ഓല് സംവാദം നടത്താനും ആയാൽ പറ്റൂലല്ലോ. ഞമ്മൾ എത്ര ഉസാറുള്ള കുട്ടികൾ ഏറ്റെടുത്ത് വെല്ലുവിളി. പക്ഷെ ഞമ്മളെ വെല്ലുവിളിയും കൂടി ഏറ്റെടുക്കുക